ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു റീല് നമ്മൾ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് CapCut ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ CapCut ആപ്ലിക്കേഷൻ അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എഡിറ്റ് ചെയ്യുന്ന റേഷ്യോ പറയുന്ന വ്യത്യാസമുണ്ട്. സാധാരണ നമ്മൾ ഒന്നെങ്കിൽ 9:16 അല്ലെങ്കിൽ 16:9 റേഷ്യോ ആണ് കൂടുതലായിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളൊരു ഡ്രാമാറ്റിക് അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് ടച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ആസ്പെക്ട് റേഷ്യോയിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അത് പറയുമ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ്ങുമാണ്. സോ നമുക്ക് അതിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു മൂഡി ടൈപ്പ് ആയിട്ടുള്ള കുറച്ച് ക്ലിപ്സുകളായിട്ട് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് നമ്മുടെ ഐഫോൺ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒരു മൂഡി ടൈപ്പായിട്ട് വീഡിയോസ് ഷൂട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇത് സത്യം പറയുന്നത് ഷൂട്ട് ചെയ്യുന്നത് പറയുന്നത് നമ്മൾ എക്സ്പോഷർ കുറച്ചിട്ടാണ് ഷൂട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ക്ലിപ്സ് നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, സാധാരണ നമ്മൾ ചെയ്യുന്നത് 9:16 റേഷ്യോ അല്ലെങ്കിൽ 16:9 റേഷ്യോ കാരം. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്യുന്നത് പറയുന്നത് 4:3 റേഷ്യോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 4:3 റേഷ്യോ നമുക്ക് സെറ്റ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വീഡിയോൻ്റെ ആ ഒരു റേഷ്യോ പറയുന്നത് 16:9 റേഷ്യോ ആണ്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ കിട്ടിയത് ഈ ഒരു റേഷ്യോ ആണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഈ ഒരു 4:3 റേഷ്യോ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോസ് ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെറ്റർ ലാൻഡ്സ്കേപ്പിൽ നിങ്ങൾ വീഡിയോ എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ആസ്പെക്ട് റേഷ്യോ 4:3 മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കാണാം 4:3 എന്നുള്ളത്. അതാണ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആസ്പെക്ട് റേഷ്യോ ഇപ്പോൾ ഇവിടെ ഒരു 4:3 സെറ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്ലിപ്പ് ഇതേപോലെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ഈ ഒരു റേഷ്യോയിലേക്ക് നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഔട്ട്സൈഡ് ആയിട്ട് പോകും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ലാൻഡ്സ്കേപ്പ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഈ വീഡിയോ ഉൾപ്പെടുത്താൻ കഴിയും. ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിലൊരു ലാൻഡ്സ്കേപ്പ് ഇതൊരു ലാൻഡ്സ്കേപ്പ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് ചെറിയൊരു ഭാഗം ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മറ്റേ ഈ ഒരു 9:16 പോലെ ഒരുപാട് നമ്മൾ ഷൂട്ട് ചെയ്താൽ ഒരുപാട് ഭാഗങ്ങളൊക്കെ ഒന്നും മാസ്ക് ആയിട്ട് പോകില്ല. ഇതേപോലെ നമുക്ക് ഈ ഒരു 16:9 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഡീറ്റെയിൽ നമ്മുടെ വീഡിയോയ്ക്ക് കൊണ്ടുവരാൻ പറ്റും, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ടത് ഇതേപോലെ നമ്മുടെ ക്ലിപ്സുകളൊക്കെ ഈ ഒരു 4:3 റേഷ്യോയിലേക്ക് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ട് എല്ലാ ക്ലിപ്സുകളും നമ്മളൊരു 4:3 റേഷ്യോയിലേക്ക് ഫില്ല് ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യലാണ്. താഴത്തെ ആഡ് ഓഡിയോ സെലക്ട് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഓഡിയോ ഒരു വീഡിയോ ആയിട്ടാകാരം അത് നിങ്ങൾ എക്സ്ട്രാക്ട് ആക്കിയിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കത് ഓഡിയോ ആയിട്ട് കിട്ടും കൺവേർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇനി ചെയ്യേണ്ടത് പറഞ്ഞാൽ ഈ ഒരു വീഡിയോക്ക് നമ്മൾ സ്ലോ മോഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കണം. സ്ലോ മോഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഓഡിയോൻ്റെ ബീറ്റിനനുസരിച്ചിട്ട് നമ്മൾ വീഡിയോൻ്റെ ഡ്യൂറേഷൻ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ ഞാൻ സ്ലോ മോഷൻ സെറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ സാധാ നോർമലാണ്, കർവിലല്ല ഞാൻ സ്ലോമോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ നോർമലിൽ ഇട്ടിട്ടാണ് സ്ലോമോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എല്ലാ ക്ലിപ്സുകൾക്കും ഒരു സ്ലോമോ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇനി ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇനി കറക്റ്റ് നമ്മുടെ ആഡ് ചെയ്തുള്ള ഒരു മ്യൂസിക്കിൻ്റെ ഓരോ ലിറിക്കിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്തുള്ള ഈ ഒരു ക്ലിപ്സുകളൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ജസ്റ്റ് ഇതേപോലെ പാട്ട് ഇങ്ങനെ കണ്ടോ, അത് കാറ്റ് പോലെ എങ്ങോട്ടാ ഒറ്റ ഒരു ഭാഗമായി. അപ്പോൾ അവിടെ വെച്ച് കട്ട് ചെയ്യുക. അതേപോലെ ഓരോ വേർഡ് വരുമ്പോൾ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഓരോ വരിക്കനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്രീൻ റെക്കോർഡും അതുപോലെ തന്നെ ഈ ഒരു പ്ലേയും നമ്മുടെ മൈക്രോഫോണും കൂടി ഓൺ ആകുമ്പോൾ എനിക്ക് സ്ക്രീൻ റെക്കോർഡിങ് കൂടി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു ഓഡിയോ കറക്റ്റായിട്ട് ഇതിൽ ചെറുതായിട്ടുള്ള കേൾക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു റഫായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു ഓഡിയോൻ്റെ ലിറിക്കിനനുസരിച്ചിട്ട് നമ്മൾ കറക്റ്റ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ സ്ലോമോ കൊടുത്തിട്ട് ഒക്കെ കറക്റ്റ് ഡ്യൂറേഷനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മുടെ ഓരോ സ്പീഡ് ചെയ്ത് കൊടുത്തും പോയിട്ട് നമ്മൾ നോർമലാണ് കൊടുത്ത് എന്നിട്ട് ആ ഒരു സ്ലോമോ അല്ലാതെ നമ്മൾ സ്മൂത്തായിട്ട്
സ്ലോ മോഷൻ ആക്കി കൊടുക്കുക. സ്മൂത്ത് സ്ലോമോ ബെറ്റർ ക്വാളിറ്റി എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലിപ്സുകൾക്കും ഒരു സ്മൂത്ത് സ്ലോ മോഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ ഓരോന്ന് ഇവിടെ ഇങ്ങനെ ലോഡായിട്ട് വരണം. കണ്ടില്ലേ, സൈഡിൽ ഇങ്ങനെ 17 എഴുതിയിട്ടുണ്ടോ? അപ്പോൾ അത് അവിടെ ലോഡ് ആയിക്കോട്ടെ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഇനി ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ കളർ കറക്ഷനാണ്. അപ്പോൾ കളർ കറക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും വലിയ കുഴപ്പമില്ല. ഒക്കെ ഒരു ഡാർക്ക് ഒരു മൂടി ഫീൽ നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ എക്സ്പോഷർ കുറച്ചെടുത്താണ്. പക്ഷേ ഈ ഒരു ഭാഗം കണ്ടോ, ഇതൊക്കെ എക്സ്പോഷർ കുറക്കാതെ എടുത്തിട്ടുള്ള ഒരു 2 ക്ലിപ്പ് ഉണ്ട്. ഇത് പിന്നെ ഒപ്പിക്കാൻ പറ്റും. ഇത് രണ്ടും കുറച്ചുകൂടി ബ്രൈറ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് മാക്സിമം ഒന്ന് കളർ കറക്ഷൻ ചെയ്തിട്ട് ഒന്ന് ഒരു ഡാർക്കിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയിട്ട് ഞാൻ ചെയ്യുന്നത് കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ ഹൈലൈറ്റ്സ് പോയിട്ട് ജസ്റ്റ് അതിൻ്റെ ഹൈലൈറ്റ്സ് ഞാനൊന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. ഷാഡോസ് ഞാനൊന്ന് കുറച്ച് കൊടുത്തു. അതുപോലെ അതിലെ വൈറ്റും ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഗ്രാഫിൽ വന്നിട്ട് ഈ ഒരു വൈറ്റിൽ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു കളർ കറക്ഷൻ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമുക്കൊരു ഡാർക്ക് ഇതിൽ കിട്ടി. ഇങ്ങനെയായിരുന്നു ബിഫോർ. അപ്പോൾ നമ്മളിതാ ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ലെയർ നേരെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കൊരു ഡാർക്കിൽ കിട്ടും. കണ്ടോ? ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം കൂടി ചെറുതായിട്ട് ഒന്നുകൂടി സെറ്റ് ചെയ്യാണ്ട് ഈ ഭാഗത്തൊക്കെ ആ ഒരു ഡാർക്ക് കുറച്ചൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഷാഡോസ് ഒന്ന് കുറച്ച് കൊടുത്ത് ഹൈലൈറ്റും കുറച്ച് വൈറ്റും ഒന്ന് കുറച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു 2 ക്ലിപ്പിലേക്ക് നമ്മളത് ഇട്ട് കൊടുത്ത്. ഓക്കെ, പിന്നെ ഇതിനെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഇവിടെ ഒരു ചെറിയൊരു കുളത്തിൻ്റെ ഒരു ക്ലിപ്പ് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. നേരത്തെ ഞാൻ കാണിച്ചു തന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു ക്ലിപ്പിലേക്ക് അത് നമ്മൾ ആഡ് ചെയ്ത്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കളർ കറക്ഷൻ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോസിന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇനി അടുത്തത് നമ്മളിനി ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇതിലേക്ക് നമ്മളിനി ഫിൽറ്റർ മൊത്തത്തിലൊരു ചെറിയൊരു ഫിൽറ്റർ എന്തെങ്കിലും കൊടുക്കണം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്ലോ കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പേ ഈ ഒരു സൈഡിൽ ഈ ഒരു സ്മൂത്ത് സ്ലോ മോഷൻ എല്ലാതും ഒന്ന് അപ്ലൈ ആവട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ലാഗ് കാര്യം ക്യാപ്കട്ട് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു സ്ലോ മോഷൻ കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാതും ഇപ്പോൾ ആ ഒരു ലോഡിങ് കാര്യങ്ങളൊക്കെ ഫുൾ ഫിനിഷ് ആയിട്ട് ഇപ്പോൾ എല്ലാതും നല്ല സ്മൂത്ത് സ്ലോ മോയിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെറുതായിട്ടൊന്ന് 2-3 ക്ലിപ്പിന് കളർ കറക്ഷൻ ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഇനി അടുത്തത് കളർ ഗ്രേഡിങ് ആണ്. അപ്പോൾ ഫിൽറ്റർ ഓപ്ഷൻ പോയിട്ട് ഞാനൊരു കളർ ഗ്രേഡ് ജസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു മൂഡി ടൈപ്പ് ആയിട്ടുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിതെടുത്ത ഈ ഒരു ഗ്രീൻ ഓറഞ്ച് എന്നുള്ളത് ഞാൻ ഫസ്റ്റ് ക്ലിപ്പിൽ ആഡ് ചെയ്തു. സാധാരണ എല്ലാവരും ഈ ഒരു ഫിൽറ്റർ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ചെയ്യണൊരു തെറ്റാണ്. ഇതേപോലെ ഒരു ഫിൽറ്ററിന് ആഡ് ചെയ്തിട്ട് ഇങ്ങനെയാണ് നീട്ടിയാണ് വിടും എല്ലാ ക്ലിപ്സിനും. അപ്പോൾ ഓരോ ക്ലിപ്പിനും അതിൻ്റേതായിട്ടുള്ള ഒരു എമൗണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താലേ ഉള്ളൂ കറക്റ്റ് നമുക്ക് ആ ഒരു വീഡിയോൻ്റെ ആ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഫീൽ നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമോഷൻ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ മാക്സിമം നമ്മൾ വൃത്തിക്ക് കളർ ഗ്രേഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തെ ക്ലിപ്പിന് ഒരു കളർ ഗ്രേഡിന് വേണ്ടി ഞാൻ ഈ ഗ്രീൻ ഓറഞ്ച് കൊടുത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് പോയിട്ട് ഞാൻ ഫുള്ളായിട്ട് കൊടുക്കണില്ല. ഞാൻ അതിൻ്റെ ആ ഒരു വീഡിയോക്ക് അനുസരിച്ചിട്ട് ഞാൻ ഒരു 50% ഞാൻ ഫിൽറ്റർ ഇട്ട് കൊടുക്കുന്നത്. ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ആ ഒരു സ്കൈൻ്റെ സെക്ഷനിൽ ചെറിയൊരു ഗ്ലോ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു സിനിമാറ്റിക് ഫീൽ കിട്ടും. അപ്പോൾ ഞാൻ ഫിൽറ്റർ പോയിട്ട് ആ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലാഷ് CCD എന്നുള്ളതാട്ടോ. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കണ്ടോ. ശേഷം ഇതിൻ്റെ ആ ഒരു ഗ്ലോൻ്റെ എമൗണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറക്കാം. ഇതിപ്പോൾ 80-ലാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് അതിൻ്റെ ഗ്ലോ ഒരു 50-ലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 50 അല്ല, ഒരു 70-ൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു ക്ലിപ്പിന് കൊടുത്തിട്ടുള്ള ഒരു കളർ ഗ്രേഡ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇനി ഇതേപോലെ നമ്മൾ ബാക്കി എല്ലാ ക്ലിപ്സുകൾക്കും നമ്മൾ കൊടുക്കണം. അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പറഞ്ഞാൽ ഇതേപോലെ ഒരു ഫിൽറ്റർ ആഡ് ചെയ്തിട്ട് അത് ഫുള്ളായിട്ട് ഇങ്ങോട്ട് എല്ലാ ക്ലിപ്പുകളും വലിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വിട്ട് കൊടുക്കുമ്പോൾ എല്ലാ പ്രശ്നം പറയുന്നത് ഇടയ്ക്ക് ഒന്നാമത്തെ ക്ലിപ്പിൻ്റെത് രണ്ടാമത്തെ ക്ലിപ്പിൽ കറക്റ്റായിട്ട് മാച്ച് ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിത് ആഡ് ചെയ്ത് ശേഷം ഇതിനെ നേരെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നേരെ അടുത്ത ക്ലിപ്പിൻ്റെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഓൾറെഡി ഇപ്പോൾ നമ്മൾ ആ ഒരു ക്ലിപ്പ് ഫസ്റ്റത്തെ ക്ലിപ്പും ഇതും തമ്മിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മളത് ഒന്നാമത്തെ ക്ലിപ്പിൽ നിന്ന് രണ്ടാമത്തെ ക്ലിപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ഇതിന് നേരെ 3-ലേക്ക് ഇട്ട് കൊടുത്തു. 3-ൽ നിങ്ങൾക്ക് കാണാൻ കുറച്ചുകൂടി ബ്രൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കളർ കറക്ഷൻ ഒന്നും കൂടി ചെയ്യാണ്ട്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ് പോയിട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഷാഡോസ് ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വൈറ്റ് ജസ്റ്റ് ഒന്ന് ബ്ലാക്കും ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് അവിടെ സെറ്റ് ചെയ്ത് കൊടുത്ത്. അപ്പോൾ ഗ്രീൻ ഓറഞ്ച് ഇനി അടുത്ത ക്ലിപ്പിലേക്ക് ഇട്ട് നോക്കുക. ഇത് വലിയ കുഴപ്പമില്ല. പിന്നെ അടുത്തത് ഈ ഒരു ക്ലിപ്പിൽ കുറച്ചും കൂടി കൂടുതൽ വേണം നമുക്ക്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിനെ നേരെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഈ ഒരു ഫിൽറ്ററിനെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നേരെ ഇതിൻ്റെ അങ്ങോട്ട് വെച്ച് കൊടുത്തു.
എന്നിട്ട് ഈ ഒരു രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ ഇത് കറക്റ്റ് 2 ക്ലിപ്പിനനുസരിച്ച് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം അഡ്ജസ്റ്റ്മെൻറ്റ് പോയിട്ട് ഇതിൻ്റെ ഈ ഒരു ഫിൽറ്ററിൻ്റെ എമൗണ്ട് ഞാനൊന്ന് കൂട്ടി കൊടുത്തു. കണ്ടില്ലേ? ഇനി അടുത്തത് ഈ ഒരു ഭാഗമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക, അത് ഇതിലേക്ക് മാച്ച് ആകുമെന്നുള്ളത് കണ്ടോ. അപ്പോൾ ഇത് മാച്ച് ആവണില്ല. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കിയിട്ട് നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ളത് നേരെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഇതിനെ നേരെ ഇവിടേക്ക് കൊടുന്ന് വെച്ച് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിന് അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ ഒന്നും കൂടി കുറക്കുന്നുണ്ട്, ഒരു 30 സംതിങ്ങിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഇത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക, വേണ്ട ഫിൽറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഏകദേശം ഞാൻ ഈ ഒരു ഇതിൽ വെക്കുന്നുണ്ട്. കണ്ടില്ലേ? ഓക്കെ, ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ല. ഇനി ഇതാണ്, ഇതിൽ നമ്മൾ വെച്ച് കൊടുത്ത്. ഓക്കെ, ഇവിടെ ഒന്നും കുഴപ്പമില്ല, ഫിൽറ്റർ ഓടുണ്ട്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടി നമുക്ക് കിട്ടണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അറിയില്ല, ഇതേപോലെ ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് നീട്ടിയിട്ട് ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്യുക കേട്ടോ. സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണ്ട പോലെ നിങ്ങൾക്ക് ഒരു ഫിൽറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫിൽറ്റർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു മോഡി ഡാർക്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഒരു ഹൈലൈറ്റ് ഞാൻ ഒന്നുകൂടി കുറച്ച് കൊടുക്കുന്നുണ്ട് ബാക്കത്തെ. അതുപോലെ തന്നെ അതിലൊരു വൈറ്റ് ഉണ്ടാവും, വൈറ്റ് അതും ഞാനൊന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഇതേപോലെ ഇപ്പോൾ നമ്മളൊരു ഗ്രീൻ ഓറഞ്ച് ഫിൽറ്റർ സെറ്റ് ചെയ്ത പോലെ ഇനി ചെയ്യേണ്ടത് കഴിഞ്ഞാൽ ഈ സെയിം പ്രോസസ്സിൽ തന്നെ ഓരോ ക്ലിപ്പിനനുസരിച്ചിട്ട് ഈ ഒരു ഗ്ലോയും കൂടി നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, നിങ്ങൾക്ക് വേണ്ട ഇതിനനുസരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാതും ഇങ്ങനെ വലിച്ചു നീട്ടി പറയണില്ല, ഞാൻ ഇത് ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണമെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഏകദേശം ഇപ്പോൾ കൊടുത്തത് വലിയ കലാപമൊന്നും ഇല്ല, നമ്മളൊരു ഗ്ലോ കൊടുത്തത് കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഗ്ലോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ ഓരോന്നും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ഒരു ക്ലിപ്പിനനുസരിച്ച് ഡ്യൂറേഷൻ സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളൊരു കളർ കറക്ഷനും കളർ ഗ്രേഡും ഇപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇനി അടുത്തത് ഒരു ഓപ്ഷണലായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഓവർലേ ആഡ് ഓവർലേ പോയിട്ട് ഈ ഒരു ബാലൻ എന്നുള്ള ആ ഒരു ടെക്സ്റ്റ് ഉണ്ട്, ഈ ഒരു ടെക്സ്റ്റ് ഞാൻ പല റീൽസിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് നിങ്ങളുടെ ഈ ഒരു സ്റ്റാർട്ടത്തെ ക്ലിപ്പിൽ കുറച്ച് നേരം വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വെക്കുക. ഓക്കെ, ആ ഒരു കാറ്റുപോൽ എന്ന് വരുന്നതിൻ്റെ മുമ്പേ വെച്ചിട്ട് അത് പോകുമാണ് ഇതേപോലെ. അപ്പോൾ എപ്പോഴും നിങ്ങൾ സ്റ്റാർട്ടിങ് കൊടുക്കുമ്പോൾ ആദ്യം ആ ഒരു ടെക്സ്റ്റ് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ്ങിലെ ടെക്സ്റ്റ് വരരുത്, ഇതേപോലെ കണ്ടോ, അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു ടെക്സ്റ്റിനെ ഞാൻ കറക്റ്റ് സെൻറ്റർ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലിപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളാ ഒരു ബാക്കിൽ ആ ഒരു ഗ്ലോ കൊടുത്തപ്പോൾ ആ ഒരു ഗ്ലോ ഈ ഒരു ടെക്സ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ടെക്സ്റ്റിലേക്ക് ഗ്ലോ വരരുത്, അങ്ങനെ വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടെക്സ്റ്റിൻ്റെ ആ ഒരു ഓവർലേ ഇമേജ് സെലക്ട് ചെയ്തിട്ട് താഴത്തെ ബോക്സിൽ ലെയർ പോവുക, എന്നിട്ട് ഇതിന് നേരെ ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുത്താൽ ആ ഒരു ടെക്സ്റ്റ് മാത്രമായിട്ട് നമുക്ക് കിട്ടും. കണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു എഡിറ്റ് ഇപ്പോൾ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓഡിയോൻ്റെ ഇവിടെ നിന്ന് കുറച്ച് നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫെയ്ഡ് പോയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് ഫെയ്ഡ് ഔട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇനി അടുത്തത് ഇതിലേക്ക് ചെയ്യേണ്ടത് അറിയാം, നിങ്ങൾക്ക് ഇതിൻ്റെ ലിറിക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടോ, അതിലിങ്ങനെ ഓരോ ടെക്സ്റ്റ് ഇങ്ങനെ ഇംഗ്ലീഷിലും മംഗ്ലീഷായിട്ട് എഴുതിക്കണ്ടോ. അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലിറിക്ക് പോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടോ. ജസ്റ്റ് നമ്മൾ ഈ ടെക്സ്റ്റ് പോയിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുക, അതിനനുസരിച്ച് ഓരോ ലിറിക്കിനനുസരിച്ച് ടെക്സ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ ലിറിക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നമ്മുടെ ജെമിനിയിലോ അല്ലെങ്കിൽ ചാറ്റ് ജിപിടിയിലോ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് ലിറിക്സിൻ്റെ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ അതിൽ നിന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് ടെക്സ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു 4:3 ഒരു സിനിമാറ്റിക് ടൈപ്പിൽ ഈ ഒരു ബാലൻ എന്നുള്ള ആ ഒരു മൂവിയിലെ സോങ് വെച്ചിട്ട് എഡിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായിട്ടുണ്ടാവും. ചെറിയൊരു വീഡിയോ ആണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.